വീണ്ടും ഒരു റോഡ് വാർത്തയുണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ദേശീയപാതയിൽ തന്നെ കുന്നംകുളം തൃശ്ശൂർ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഏറ്റവും മോശമായി കിടക്കാണ്. അതുവഴി പോയാൽ നടുവൊടിയും എന്ന ഒരു അവസ്ഥയുണ്ട്. കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാതയിലെ കുഴിയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് നിരന്തരമായി റിപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ഒരു കാര്യവും ഉണ്ടായില്ല. ഒടുവിൽ കുഴി ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് യാത്രയുടെ റൂട്ട് തന്നെ മാറ്റേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് അവിടെ റോഡ് ടാർ ചെയ്തു. കുന്നംകുളത്ത് നിന്നും തൃശ്ശൂരിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണ് അതീവ ദയനീയമായിരിക്കുന്നത്. ഒടുവിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിലേക്ക് എത്തുന്ന സമയത്ത് ഈ വഴി ഒഴിവാക്കിക്കൊണ്ട് ഒരു 20 കിലോമീറ്ററിലധികം ചുറ്റി വളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ രാമനിലയത്തിലേക്ക് പോയത്. ഏകദേശം 23 കിലോമീറ്ററാണ് സാധാരണഗതിയിൽ രാമനിലയത്തിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം. അതുവഴി പോവുകയാണെങ്കിൽ 53 കിലോമീറ്റർ പോകണം. ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കുറ്റം പറയല്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചിട്ട് ഇറങ്ങുന്ന വേണം. ഇതിൽക്ക് ഓരോ കുഴികളിൽ നമ്മൾ കോണി വെച്ചിട്ട് ഇറങ്ങണം. അത്രയും വലിയ ഗട്ടറുകളാണ് ഇവിടെ ഉണ്ടാക്കിയത്. കേരള മാതൃകയായിട്ട് നമുക്ക് റോഡ് സമ്മാനിച്ച പിണറായി സർക്കാരിനും മുഹമ്മദ് റിയാസിനും ഞങ്ങളുടെ MLA ആയ മുരളി പെരുന്നെല്ലിക്കും ഒരു അഭിവാദ്യങ്ങൾ. MS ലിഷോയാണ് ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ലിഷോയ് അങ്ങനെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം എന്തായാലും അവിടെ ഇങ്ങനെ കുഴിയുണ്ടായി, മുഖ്യമന്ത്രി തന്നെ റൂട്ട് മാറ്റുന്ന സ്ഥിതിയുണ്ടായി. നമ്മളത് നിരന്തരം റിപ്പോർട്ട് ചെയ്തു. നാട്ടുകാർക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ ആളുകൾക്ക് അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോഡിൽ മാറ്റമുണ്ടായി എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് നമ്മുടെ മുഖ്യമന്ത്രിയെ ഒന്ന് വഴിതിരിച്ചു വിടേണ്ടി വന്നു പോലീസിന്. അതോടുകൂടി കേരളം ശ്രദ്ധിച്ചു, ആ ഉദ്യോഗസ്ഥരെല്ലാവരും ശ്രദ്ധിച്ചു, PWD മിനിസ്റ്റർ ശ്രദ്ധിച്ചു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അതിനൊരു പരിഹാരമായി. പക്ഷേ ആ പരിഹാരമാണ് ഏറ്റവും വലിയ രസം. പെരുമഴയത്തായിരുന്നു അന്നത്തെ ടാറിങ് ഉണ്ടായിരുന്നത്. ആ ടാറിങ് അതോടുകൂടി ആ ടാറൊക്കെ ഒലിച്ചു പോവുകയും ചെയ്തു. ആ മഴയത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നടപടിയും ഉണ്ടായി. ഈ കരാറ് നൽകിയ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് വീണ്ടും അത് കൃത്യമാക്കി ടാർ ചെയ്ത് ഇപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. നിരവധിയായ ആളുകൾ ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ഒക്കെ വരുന്ന ആ റോഡാണിത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യന്റെ വഴി മാറിയതോടുകൂടി നാട്ടുകാരുടെ വഴി ശരിയായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വഴി ശരിയായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വഴി ശരിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി നമ്മൾ നടത്തിയ ഒരു ചെറിയ ഇടപെടലാണ് നിരന്തരമായ അത്തരത്തിലുള്ള വാർത്ത കൊടുക്കൽ.